വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. നമ്മൾ 10th പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മുടെ സ്ക്രീനിൽ കാണുന്നത്. അപ്പൊ ഇതിന്റെ ഒരു വിശകലനമാണ്. ആൻസർ മുഴുവനായിട്ട് നമ്മളൊന്ന് പറയും. അതിനുശേഷം ഒരു വിശകലനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് എല്ലാ കുട്ടികളും പറയണം ടീച്ചറുടെ ക്ലാസ് ഫോളോ ചെയ്തിരുന്നു. ഇപ്പൊ പുതിയതായിട്ട് കാണുന്നവരൊക്കെ നിങ്ങളുടെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം വന്നിട്ടില്ലേ, നമ്മൾ ഇത്രയും നാള് റിവിഷൻ നടന്നതും പഠിപ്പിച്ചതൊക്കെ വളരെ നന്നായി മനസ്സിലാവല്ലേ, വളരെ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് എക്സാം എന്ന നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളൊന്ന് പറയാ. ഇത് പറഞ്ഞതിന് ശേഷം ടീച്ചർ ഇതിനെ ഒരു വിലയിരുത്തൽ ടീച്ചറുടേതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ടീച്ചർ പറയാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ലോഹങ്ങളുടെ രാജാവ് ഏതാണ്? സ്വർണം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് എവിടെയാണ്? ബാംഗ്ലൂര്. 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 2026 ഏപ്രിൽ 9-ന്. രണ്ടാം ബുദ്ധൻ എന്ന വിശേഷണമുള്ള സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു. ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊൽക്കത്ത. തൃശൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി രാമവർമ്മ ശക്തൻ തമ്പുരാൻ. പ്രാചീന മലയാളം ആരുടെ രചനയാണ്? ചട്ടമ്പി സ്വാമികൾ. ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്ത് നിന്നുള്ള വ്യക്തിയാണ്? ഒഡീഷ. 2025 ഓടൽക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് EP രാജഗോപാൽ. കേരള സർക്കാരിന്റെ പരമോന്നത കായിക ബഹുമതി ഏതാണ്? GV രാജ അവാർഡ്. ഇന്ത്യയിലെ വാതോർജ നിലയം ഏതാണ്? ലംബ. ഹിമാലയത്തിലെ ലവണജല തടാകം രാഗാസ് ആണ്. ജലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമായി ഭവിച്ച തടാകം ഏതാണ്? വൂളാർ. സമാധാനത്തിന്റെ പാലം എന്നറിയപ്പെടുന്നത് അമ്മാൻ സേതു. മൊളാസിസ് തടാകം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം മിസോറാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽ പാത പീർ പഞ്ചൽ പാത. പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. ഇന്ത്യയിൽ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത് ദർവാർ ശിലകൾ. പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയെയും സിന്ധു താഴ്വരയെയും ബന്ധിപ്പിച്ചിരുന്ന പാത ഷാഹി പാത. എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാല ദിഗ്ബോയ്. ഡോക്ടർ KN രാജുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ D ആണ് 1, 2. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ അസഫ് അലി. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രിയായിരുന്നു റാഫി അഹമ്മദ് ക്യുദായി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാതിരുന്നതിന് കാരണം എന്താണ്? ഓപ്ഷൻ D ആണ് 2, 3 അല്ലെ. വിഘടനവാദ ഭീഷണി ഇല്ലാതാക്കാനും രാജ്യത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കാനും. ഏത് സത്യാഗ്രഹത്തിന്റെ പ്രചരണ സമയത്താണ് നേതാവ് എന്നർത്ഥമുള്ള സർദാർ എന്ന വിളിപ്പേര് വല്ലഭായ് പട്ടേലിന് ലഭിച്ചത്? ബർദോളി സത്യാഗ്രഹം. ചപ്പാത്തി പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1939 നടന്ന അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാ? ഓപ്ഷൻ 1ഉം 2ഉമാണ്. A ആണ് ആൻസർ. ഇന്ത്യയുടെ ഐക്യമെന്ന സങ്കല്പത്തിന് കരുത്തേകി പൗരാവകാശങ്ങൾ നാട്ടുരാജ്യങ്ങളിലെ പ്രജകൾക്ക് നൽകണമെന്ന് വാദിച്ചു. താഴെ പറയുന്നവരിൽ കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ വിമർശനായിരുന്ന വ്യക്തി ആരാണ്? C രാജഗോപാലാചാരി. ബോംബെ പ്ലാനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഓപ്ഷൻ 1ഉം 3ഉമാണ്. വ്യവസായികളും സംരംഭകരും ആസൂത്രണത്തിനെതിരായിരുന്നു, ആഗോള മൂലധന നിക്ഷേപത്തിനായി വാദിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച INA സംരക്ഷണ സമിതിയിൽ അംഗമല്ലാതിരുന്നത് ആരാണ്? ക്യാപ്റ്റൻ ലക്ഷ്മി. ഭരണഘടനയുടെ ഭാഗം 4A പ്രതിപാദിക്കുന്നത് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെ വെച്ച്? ആലുവ. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ 3, 4. കോടതി പരിഗണനയിലുള്ള വിവരങ്ങൾ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയായിരുന്ന വിവരങ്ങൾ എന്നിവ വെളിപ്പെടുത്തുന്നു. ഉദ്യോഗസ്ഥർ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ വിവരങ്ങൾ നൽകിയെന്ന കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നത് വരെ ഉദ്യോഗസ്ഥരിൽ നിന്ന് 150 രൂപ വീതം പിഴ ശിക്ഷ ചുമത്താവുന്നതാണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? 1, 2, 4. തടവറകളിലെ അതിക്രമം തടയൽ, വനിതകളുടെയും കുട്ടികളുടെയും അവകാശ സംരക്ഷണം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ മനുഷ്യാവകാശ നിഷേധങ്ങൾ ഇല്ലാതാക്കൽ. ചൂഷണത്തിൽ നിന്നും മോചനം നേടാനുള്ള അവകാശങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ D ആണ് 2ഉം 4ഉം. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകം സംരക്ഷണം നൽകുന്നു. അടിമത്തം തക്കതായ പ്രതിഫലം നൽകാതെ സംബന്ധിച്ച് ജോലി ചെയ്യിക്കൽ എന്നിവ നിരോധിക്കപ്പെട്ടിരിക്കുന്നു.
ഇനി ക്വസ്റ്റ്യൻ നമ്പർ 36 ആണ്. ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം ഓരോ ഇന്ത്യൻ പൗരന്റെയും മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്ത് എഴുതുക. അതായത് ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. നമ്മുടെ സംസ്കാര സമന്വയത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം വികസിപ്പിക്കുക. പൊതുസ്വത്ത് സംരക്ഷിക്കുകയും ശബ്ദം ചെയ്ത അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. എല്ലാം ഉണ്ട് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ഔദ്യോഗികമായി ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ചത് 47 ജൂലൈ 22. സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ വി ഹരിനായർ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദൻ. അത് അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടിയ മനുഷ്യാവകാശ സംഘടനകളിൽ പെടാത്തത് ഓപ്ഷൻ ഡി 1, 4. കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. 5 വണ്ണം എന്നാൽ വാണിജ്യ സംഘമാണ്. നമ്മുടെ കേരള ഹിസ്റ്ററിയിൽ പെടുന്നതാണ് കേട്ടോ. പ്രാചീന തുറമുഖമായ മുസിരീസ് ഇതിൽ ഏത് സംസ്ഥാനമാണ്? കൊടുങ്ങല്ലൂർ. തമിഴ്നാടിനെ കേരളവുമായി ബന്ധിപ്പിക്കുന്നു പാലക്കാട് ചുരം. കേരളത്തിലെ ഇക്കോ ടൂറിസം കേന്ദ്രം തെന്മല. തട്ടേക്കാട് പക്ഷി സങ്കേതം എറണാകുളം. അസമിൽ നടന്ന 79ാമത്തെ സന്തോഷ് ട്രോഫി കിരീടം സർവീസസ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയൽ. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി ചട്ടമ്പി സ്വാമികൾ. വേദാധികാര നിരൂപണം. സാമ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന. ശ്രീനാരായണ ഗുരുവിന്റെ പ്രസിദ്ധീകരണങ്ങൾ പ്രാചീന മലയാള ആദിഭാഷ സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരു. 2ഉം 4ഉം. ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നടന്ന ഗോത്രവർഗ കലാപങ്ങളിൽ പെടാത്തത് മാപ്പിള കലാപം. പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണങ്ങളിൽ പെടുന്ന പ്രസ്താവന ഓപ്ഷൻ 1ഉം 3യുമാണ്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതിയും വയനാട് കൈയടക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കം. സാർവജന പരിപാലന സംഘം അയ്യങ്കാളി. ആഴമേറും നിൻമഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം. വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഇത് ഏതിലെ വരികളാണ്? ദൈവദശകം. താഴെ തന്നിരിക്കുന്നവയിൽ പരസ്പര ബന്ധമില്ലാത്തത് മാവിലത്തോട് വേലുത്തമ്പി ദളവ. അടുത്തത് മണ്ണടി പഴശ്ശിരാജ. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഘടനാക്രമം. 1 കുണ്ടറ വിളംബരം, അടുത്തത് കുറിച്യർ കലാപം, അടുത്തത് പൂക്കോട്ടൂർ കലാപം, ലാസ്റ്റ് 1 മൊറാഴ സമരം. അപ്പോ ഓപ്ഷൻ ബി ആണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. കുളച്ചൽ യുദ്ധത്തിന് ശേഷം തിരുവിതാംകൂർ സൈന്യത്തിന്റെ വലിയ കപ്പിത്താനായി മാറിയത് ഡിലനോയ്. ഡോട്ട്സ് ഏത് രോഗത്തിന്റെ ചികിത്സയാണ്? ക്ഷയം. രോഗങ്ങളെ പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുള്ളതുമായ ടിഷ്യൂ മാതൃക ഓർഗനോയിഡ്. വായുമലിനീകരണം അളക്കുന്നതിനും അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും സഹായിക്കുന്ന പ്രകൃതിദത്ത സൂചകങ്ങൾ ലൈക്കനുകൾ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയും അതിനുള്ള കാരണവും ശ്രദ്ധാപൂർവം വായിച്ച പ്രസ്താവന ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവന: മികച്ച ഇനം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ശാസ്ത്രജ്ഞരും കർഷകരും കൃത്രിമ പരാഗണം നടത്താറുണ്ട്. പ്രസ്താവന ശരിയാണ്. ഈ റീസൺ: ആൺപൂവിലെ പരാഗണ രേണുക്കൾ അനുയോജ്യമായ പെൺപൂവിൽ ദന്തുകത്തിൽ വീഴുമ്പോഴാണ് മികച്ച ഫലങ്ങൾ ഉണ്ടാകുന്നത്. റീസൺ തെറ്റാണ്. അപ്പോ ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ സി ആണ് വരിക കേട്ടോ. ഈ കണ്ടൽക്കാടുകളിൽ ഇടയിലെ എന്റെ ജീവിതം, കല്ലേൽ പൊക്കുടന്റെ ആത്മകഥ. ഒരു ശരീരത്തിൽ ഏത് ഹോർമോണിന്റെ ഏറ്റവും കുറച്ചിലാണ്? ദൈനംദിന ഉറക്കത്തിലെയും ഉണരലിനെയും ഒക്കെ സ്വാധീനിക്കുന്ന മെലാറ്റോണിൻ. താഴെ തന്നിരിക്കുന്നതിൽ പ്രസ്ഥാനങ്ങൾ ശ്രദ്ധാപൂർവ്വം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. എയും ഡിയും ശരിയാണ്. കട്ടികൂടിയ ഭിത്തിയും ഉയർന്ന മർദ്ദത്തിൽ ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്ന രക്തക്കൊള്ളുകളാണ് ധമനികൾ. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്ന രക്തക്കൊള്ളുകളാണ് പോർട്ടൽ സിരകൾ. മനുഷ്യരത്തിൽ കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്ന വൈറ്റമിൻ ഡി ആണ്. മലിനമായ മണ്ണ്, ജലം, വായു തുടങ്ങിയ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ബയോ റേഡിയേഷൻ. ഭാഗ്യലക്ഷ്മി ഏത് സസ്യത്തിന്റെ സങ്കരയിനമാണ്? പയർ. ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലാത്ത മൂലകം ഏതാണ്? സിലിക്കൺ. കലാമിന് ഏത് ലോകത്തിന്റെ അയിരാണ്? സിങ്ക്. ഇന്നലെയും കൂടി നമ്മൾ പഠിച്ച ചോദ്യമാണ് അല്ലെ. വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജം സ്ഥിതികോർജം. ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും അധികം 4 ഡിഗ്രി സെൽഷ്യസിൽ. ജലത്തിന്റെ അടുത്തത് പവറിന്റെ SI യൂണിറ്റ് വാട്ട്. വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തിയിൽ സൂചിപ്പിക്കുന്നു. എന്നാൽ ഒരു കുതിരശക്തി 746 വാട്ട്. ആൽക്കലൈൻ എർത്തലോഹങ്ങളിൽ ആറ്റോമിക മാസ് ഏറ്റവും കൂടിയ മൂലകം റേഡിയം. ഇവയിൽ ഏതാണ് പ്രകൃതിദത്ത പോളിമർ? സെല്ലുലോസ്. ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയ ഉത്പതനം. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ആവൃത്തിയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത്? ഇതില് 2000 ഹെർട്സ്, 20 ഹെർട്സിനും 20 കിലോ ഹെർട്സിനും ഇടയ്ക്കാണ് അല്ലെ. അപ്പൊ 2000 ഹെർട്സ് കേൾക്കാൻ പറ്റും. ഇനി 12C, 13C, 14C എന്നീ കാർബണിന്റെ പ്രകൃതിദത്ത ഐസോട്ടോപ്പുകളാണ്. ഇതിൽ സ്ഥിരത ഉള്ളതും ലഭ്യത കൂടിയതുമായ കാർബൺ ഐസോട്ടോപ്പ് 12C ആണ് അല്ലെ. അടുത്തത് 2√2 + 3√2
√2 മൈനസ് √8ന്റെ ആൻസർ 3√2. ഓപ്ഷൻ ബി. ഒരു ക്ലാസ്സിൽ 25 കുട്ടികളുടെ ശരാശരി വയസ്സ് 13. ടീച്ചറുടെ വയസ്സ് കൂടി ചേർത്തപ്പോൾ 14 ടീച്ചറുടെ വയസ്സ് 39. ക്ലോക്കിലെ സമയം 3:20 ആണെങ്കിൽ ഡിഗ്രി അളവ് 20 ഡിഗ്രി. ഇനി 5(x−1) ഇൻറ്റു 5(3) ഇൻറ്റു 5(2) ഈക്വൽ ടു 3125 അല്ലെ, 3125 എങ്കിൽ എക്സിന്റെ വില 1. 8, 12, 16 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ 3 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ 51. 2(1/2), 3(1/4), മൈനസ് 4(1/5) ഉത്തരം 1(11/20). 60 ആളുകൾ 10 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 6 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര ആളുകൾ വേണ്ടി വരും? 40. ഒരു കച്ചവടക്കാരൻ 110 രൂപ വാങ്ങിയ ഒരു പുസ്തകം 132 രൂപയ്ക്ക് വിറ്റാൽ ലാഭം 20%. അടുത്ത പദം 3, 7, 15, 31, 63. 16 + 8 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 6 മൈനസ് 20 ഉത്തരം 20. താഴെ തന്നിരിക്കുന്നതിൽ 3, 6, 11, 18 ശ്രേണിയിൽ ഉൾപ്പെടാത്തത് 37. സുരേഷ് 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ സഞ്ചരിച്ചു. അതിനുശേഷം വലത്തോട്ട് തിരിഞ്ഞ് 7 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചു. ഇപ്പോൾ അയാൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് എവിടെയായിരിക്കും? 4 കിലോമീറ്റർ വടക്ക്. ഒരു ക്ലോക്കിൽ സമയം 4 മണിയാകുമ്പോൾ മിനിറ്റ് സൂചിക്ക് മണിക്കൂർ സൂചിക്കിടയിലുള്ള കോണളവ് 120 ഡിഗ്രി. ഇനി 3:12 x/60 ആയാൽ എക്സിന്റെ വില 15. 1, 1, 2, 3, 5, 8. അപ്പൊ ശ്രേണിയുടെ അടുത്ത പദം 13. ഇനി 3*2 = 9, 4*3 = 13, 5*4 = 17 ആയാൽ 6*5 എത്രയാണ്? 21 ആണ്. പ്ലസ് എന്നത് ഇൻറ്റുവിനെയും മൈനസ് എന്നത് പ്ലസിനെയും ഡിവൈഡ് ബൈ എന്നത് മൈനസിനെയും ഇൻറ്റു അല്ലെ എന്നത് ഗുണനം എന്നത് ഹരണത്തെയും സൂചിപ്പിച്ചാൽ 6/3 പ്ലസ് 2 മൈനസ് 8 ഇൻറ്റു 4 എത്രയാണ്? 2 ആണ്. 7, 10, 6, 13, 5, 16 എന്ന ശ്രേണിയിലെ 9ാമത്തെ പദം 3. 7 + 8 ഡിവൈഡഡ് ബൈ 4 മൈനസ് 2 ഇൻറ്റു 3 പ്ലസ് 1 ഉത്തരം 4. 3 വർഷം മുമ്പ് മത്തായിക്ക് മകൻ ജോണിന്റെ വയസ്സിന്റെ 4 മടങ്ങ് പ്രായമുണ്ട്. 2 വർഷം കഴിയുമ്പോൾ മത്തായിയുടെ പ്രായം ജോണിന്റെ പ്രായത്തിന്റെ 3 മടങ്ങാകും. എന്നാൽ ഇപ്പോൾ മത്തായിയുടെ പ്രായം എത്രയാണ്? 43. അപ്പോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. നമുക്കറിയാം കേരള ജോഗ്രഫി ഒക്കെ വളരെ സിമ്പിൾ ആയിരുന്നു. എന്നാൽ ഇന്ത്യൻ ജോഗ്രഫി 10 മാർക്കിന്റെ അത്യാവശ്യം ടഫാണ്. മാത്സ് നോക്കുമ്പോൾ ഒരു 16ന്റെ അടുത്ത് ചോദ്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായി മാത്സ് അറിയുന്നവർക്കൊക്കെ 16 ചോദ്യങ്ങളൊക്കെ ഒരുവിധം ആൾക്കാർക്ക്, നന്നായി അറിയുന്നവർക്ക് ഒരുവിധ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും. ഇനി കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിക്കുമ്പോൾ കുട്ടികളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട്. ഹിസ്റ്ററി ആണെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെയാണ്. സയൻസും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പൊ പഠിച്ച കുട്ടികൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മാർക്ക് നേടുന്ന രീതിയിലുള്ള ഒരു എക്സാം ആയിരുന്നു. അടുത്ത എക്സാം കുറച്ചും കൂടി നമുക്കൊരു എളുപ്പമായിരിക്കും. കാരണം ഇപ്പോ 2ാമത്തെ സ്റ്റേജിലുള്ളത് നമുക്കറിയാം, ഈവനിങ്ങിൽ ഉച്ചയ്ക്ക് ഉണ്ടായിരുന്ന എക്സാം ക്യാൻസൽ ചെയ്തു എന്നറിയാം. ഇനി അടുത്ത പരീക്ഷ എഴുതാൻ പോണത് കുട്ടികൾക്ക് ഈ പരീക്ഷയെ നോക്കി വന്നപ്പോ ജോഗ്രഫി ഭാഗങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള സയൻസ് ഭാഗങ്ങളാ എങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആവുന്നതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് അടുത്ത പരീക്ഷ കുറച്ചും കൂടി, അടുത്ത ഘട്ടത്തിലുള്ളവർക്ക് പരീക്ഷ കുറച്ചും കൂടി എളുപ്പമാക്കാൻ പറ്റും. അപ്പൊ അതിനുള്ള പഠനം നമ്മൾ അടുത്ത പ്രാവശ്യം തൊട്ട്, അടുത്ത ക്ലാസ് തൊട്ട് നമ്മൾ എന്താ പറയാ കുറച്ചും കൂടി ഭംഗിയായിട്ടുള്ള പഠനം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ പഠിച്ച് പഠനം നമ്മൾ നടത്തും. അപ്പോൾ എല്ലാവരും കൂടെ കൂടുക. അപ്പൊ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട് കേട്ടോ. അപ്പോൾ പരീക്ഷ എഴുതിയവർ, നന്നായിട്ട് എഴുതിയവർക്കൊക്കെ ടീച്ചറുടെ എല്ലാവിധ ആശംസകളും. ഇനി അത്യാവശ്യം കുറച്ച് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, അത്രയ്ക്ക് നന്നായിട്ടില്ല വെച്ചാൽ സാറില്ലേ, നമുക്ക് ഇനി പരീക്ഷകൾ വരുന്നുണ്ട്, VFA വരുന്നുണ്ട്, അത് കഴിഞ്ഞ് LDC വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നമ്മൾ ഇന്ന് തൊട്ട് തുടങ്ങാന്നാണ് ടീച്ചർക്ക് പറയാനുള്ളത് കേട്ടോ.